നമസ്കാരം. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു വീഡിയോ ആണ്. കാരണം ഇരട്ടച്ചങ്കും തന്റേടവും അറഗൻസും അഹങ്കാരവും എന്താ എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ഈ കണ്ടത്. നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് മാറുകയും സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ യുനാനിമസ് ആയിട്ട് UDFും സപ്പോർട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള ജി സുധാകരൻ, അദ്ദേഹം അവിടുന്ന് മത്സരിച്ച് ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ബൈറ്റ്സ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് മീഡിയ പ്രവർത്തകർ അദ്ദേഹത്തോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആസ് യൂഷ്വൽ, ഞാൻ ആ ചാനലിന്റെ പേര് പറയുന്നില്ല, കുത്തിത്തിരിപ്പ് ചാനലിന്റെ ആൾക്കാർ പോയിട്ട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അതിനടുത്ത് മത്സരിച്ച് തോറ്റ ഒരു വനിതാ പ്രതിനിധിയുടെ പേരും ചേർത്തുകൊണ്ട് ഒരു വിവാദമുണ്ടാക്കാൻ വേണ്ടിയിട്ട് സുധാകരൻ സാറിന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അതിന് അദ്ദേഹം ചുട്ട മറുപടി കൊടുക്കുന്നു. എന്നിരുന്നാലും ഈ കുത്തിത്തിരിപ്പ് ചാനലിന്റെ ആള് വീണ്ടും 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 അതിൽ തന്നെ തൂങ്ങി നിൽക്കുമ്പോൾ എന്താണ് ശരിക്കും തന്റെ ഇടമെന്നും എങ്ങനെ സംസാരിക്കണമെന്നും നമുക്ക് കാണിച്ചു തന്ന ഒരു വീഡിയോ ആയിരുന്നത്. ഈ സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ പത്നി വന്നിട്ട് പറയുന്നുണ്ട്, ഇദ്ദേഹത്തിനെ ഞാൻ പഠിപ്പിച്ചതാണ്, എനിക്ക് തന്നെ ഒരുപാട് പണി കോളേജിൽ നിന്ന് തന്നിട്ടുണ്ട്. അന്നേരം ജി സുധാകരൻ പറയും, നീ മര്യാദയ്ക്ക് പഠിപ്പിക്കാത്തതുകൊണ്ടാണ് അവൻ ഇങ്ങനെ ആയതെന്ന്. അതിനുശേഷവും അവര് മാധ്യമപ്രവർത്തനത്തിനെ കുറിച്ച്, നിങ്ങളുടെ മാധ്യമ പ്രവർത്തനമല്ല ഇത്, ഒന്നാം തരം തേർഡ് റേറ്റ് ആണെന്ന് പറയാൻ ആ ടീച്ചർ ശ്രമിച്ചപ്പോൾ അതിന്റെ മേലിലായി അടുത്ത കുത്തിത്തിരിപ്പ്. അദ്ദേഹം വളരെ ബോൾഡായിട്ട് സുധാകരൻ പറഞ്ഞു, ഇത് എന്റെ വീടാണ്, ഞാൻ ക്ഷണിച്ചിട്ടല്ല നീ വന്നത്, നീ കയറി വന്നാണ്, നിനക്ക് വേണമെങ്കിൽ പോവാന്ന്. ഇങ്ങനെ തന്റെ ഇടത്തോടുകൂടി രാഷ്ട്രീയക്കാര് മീഡിയയുടെ മുമ്പിൽ ഭയമില്ലാണ്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുത്തിത്തിരിപ്പ് ചാനലുകളെല്ലാം ഇല്ലാതെയാവും. അത്തരത്തിലുള്ള ഒരു സംസ്കാരം നേതാക്കന്മാർക്ക് ഉണ്ടാവട്ടെ, അവർക്ക് നട്ടെല്ല് വളരട്ടെ, വളയാതെ വളരട്ടെ, ദൃഢമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം മീഡിയ ഈസ് playing a very very nasty role in the present political environment and social environment. അതിന് അറുതി വരുത്താൻ ഇത്തരത്തിലുള്ള മറുപടികളും തന്റേടികളായിട്ടുള്ള നല്ല രാഷ്ട്രീയക്കാരും അനിവാര്യമായിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം. ചുമ്മാ ആവശ്യമില്ലാത്ത പേരൊക്കെ പറയാം, വെറുതെ നിങ്ങളുടെ മുതലെടുക്കാൻ പറയല്ലേ. നിങ്ങളെ ആവശ്യമില്ലാതെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം. അത് നിങ്ങളുടെ കൈവച്ചാൽ മതി. നിങ്ങളുടെ അനാവശ്യമായ കാര്യങ്ങൾ എന്നോട് ചോദിക്കണ്ട. ഈ പറഞ്ഞ കാര്യങ്ങൾ അവരോട് ചോദിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ ഇത് പറയണം. അവരൊന്നും വല്ല അച്ചാരം വാങ്ങിയിട്ടുണ്ടോ? പറയണ്ടെന്ന് പറഞ്ഞ ശേഷം പിന്നെ ഇത് പറയുകയാണ്. കണ്ടില്ലേ, നിങ്ങളെന്തോ അച്ചാരം വാങ്ങിയിട്ടുണ്ട്. ഇത് കൈ വെച്ചാൽ മതി, ഇതൊക്കെ കൈ വെച്ചാൽ മതി. അല്ല, ഇതല്ല ഈ സാധനം ഉള്ളതുകൊണ്ട് അധികം വിളയണ്ട. മിണ്ടാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കുന്ന അത് ചോദിക്കണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും ചോദിച്ചെന്തിനാ? റീല് എന്തോന്ന് റീല്? ആവശ്യമില്ലാത്ത കാര്യം എന്നോട് ചോദിക്കരുതെന്നാ പറഞ്ഞത്. മറുപടി പറയേണ്ടാത്ത കാര്യം വന്ന് ചോദിക്കുന്നത്. രാവിലെ ഇവിടെ വീട്ടിൽ മിണ്ടാ നിൽക്കുന്നേ, ചുമ്മാ നിൽക്കേ. ഇവരെ ആരാ പേടിക്കുന്നത്? ഇവരെ വീട്ടിൽ ഞാൻ പിടിച്ചിട്ട് വന്നാണോ? അല്ലല്ലോ. വന്നിട്ട് അനാവശ്യങ്ങൾ ചോദിക്കുക. അത് ചോദിക്കണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെയും ചോദിക്കുക. അപ്പൊ അതിനർത്ഥം എന്താ? ആരാണോട് ഡിസ്കസ് ചെയ്തിട്ട് വന്നിരിക്കുക. അതൊന്നും വേണ്ട കേട്ടോ. നമ്മൾ കാണാൻ കുറച്ചറിയാം. ഇത്തരത്തെ ഉദ്വാസം എന്നോട് ചോദിക്കരുത്. നിങ്ങൾക്കൊക്കെ ചോദിക്കാനെല്ലാം ചോദിക്കാനുള്ള ആളല്ല ഞാൻ. പിന്നെ നിങ്ങൾക്ക് ചോദിച്ചേ പറ്റൂ അല്ലേ? അധികം വേണ്ട കേട്ടോ. ആരുടെ സ്റ്റുഡന്റ് ആയിരുന്നാ? നന്നായിട്ട് നീ പഠിപ്പിച്ചില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വിവാദം ഉണ്ടാക്കാൻ ചോദ്യം ചോദിച്ചത്. ഞാനത് തൊട്ടില്ല. തൊടാൻ പിന്നെ അത് ചോദിക്കുകയാണ്. അപ്പൊ ആ വിവാദം ഉണ്ടാക്കാനാണ്. അതും ഒരിക്കലും നമ്മൾ പരാമർശിക്കാൻ പാടില്ലാത്ത ഒരാളെ പറ്റി. പോട്ടെ. അപ്പോ അല്ല, നിങ്ങളുടെ ജോലി ഇതല്ല. അന്തസ്സായ പത്രപ്രവർത്തനാണ്. ഇതൊന്നും അല്ല ജോലി. ഇതൊക്കെ വെറും എന്തോ പറയുന്നത്, തേർഡ് റേറ്റും അല്ല. അതൊന്ന് പറയുന്നത് ഇതൊന്നും അല്ല പ്രവർത്തനം. ഇതാണ് നിങ്ങൾ പിന്നെ ഇവിടെ എന്റെ വൈഫ് അല്ല എന്താ പിന്നെ എന്റെ വീടാണിത്. തനിക്ക് വേണേ പോവാം. നിങ്ങൾക്ക് പോവാം. ഇത് എന്റെ വീടാണ്. എന്റെ വീട്ടിൽ എന്റെ ഭാര്യ ഇവിടെ നിൽക്കത്തില്ലേ? അവനങ്ങനെ സംസാരിക്കാറില്ലല്ലോ മുന്നിൽ നിന്ന്.
തേർഡ് റേറ്റ് അതിനേക്കാൾ താഴെയാണ് ഞാനാ പറഞ്ഞത്. നിങ്ങൾ അനാവശ്യം ഇവിടെ കാര്യമായ ഒരു കാര്യം അവർ ചോദിച്ചോണ്ടിരിക്കും. അവിടെ ഒരാളിങ്ങനെ വന്നിട്ട് നേരത്തെ ആരോട് ഡിസ്കസ് ചെയ്തിട്ട് വരിക. ഇതൊക്കെ എനിക്കറിയാം. ഒന്നും വേണ്ട.